ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കുന്ന വടകരയിൽ സർവീസ് റോഡുകളിലെ യാത്ര ദുരിതമാകുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് കുരുക്ക് മാത്രമല്ല, യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. വീതി കുറഞ്ഞ സർവീസ് റോഡ് പലയിടത്തും തകർന്നു കിടക്കുകയാണ്. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായിരിക്കുകയാണ്. വലിയ കുഴികളിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നതും തകരാറിലാവുന്നതും നിത്യസംഭവമാണ്. ഇതുവഴിയുള്ള യാത്ര വാഹനങ്ങൾക്ക് വലിയ പ്രയാസമായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വലിയ കുഴികളാണ് പ്രശ്നം. എന്നാൽ ചിലയിടത്ത് സർവീസ് റോഡിന്റെ അരികു ഭാഗമാണ് പ്രശ്നം. വീതി കുറഞ്ഞ റോഡിൽ ഒരു വാഹനത്തിന് മാത്രമേ പലപ്പോഴും കടന്നു പോകാൻ സാധിക്കൂ. മറികടന്നു പോകാൻ ശ്രമിച്ചാൽ അരികിലെ കുഴിയിൽ താഴ്ന്നു പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം സർവീസ് റോഡിൽ ആശാ ആശുപത്രിക്ക് എതിർവശം 108 ആംബുലൻസ് താഴ്ന്നു പോയിരുന്നു. ഇവിടെ വീതി കുറവായതിനാൽ വലിയ വാഹനങ്ങൾ അരികു ചേർത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ മണ്ണിൽ താഴ്ന്നു പോകുമെന്ന് ഉറപ്പാണ്. ഇതിന് സമീപം തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ നീർച്ചാലുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നെടുത്ത മണ്ണ് മുഴുവൻ ഫുട്പാത്തിലിട്ടിരിക്കുകയാണ്. അതിനാൽ കാൽനടയാത്രക്കാർ റോഡിലിറങ്ങി നടക്കേണ്ട അവസ്ഥ. കുഴിയുടെ ആഴം കൂടുമ്പോൾ അല്പം ക്വാറി വേസ്റ്റ് ഇട്ട് പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇത് ഒലിച്ചു പോവുകയും ചെയ്യും. ദേശീയപാത പ്രവൃത്തി എന്ന് പൂർത്തിയാക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. യാത്രക്കാർ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ഇവിടെ സർവീസ് റോഡെങ്കിലും അല്പം നിലവാരത്തിൽ ചെയ്തുകൂടെ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പെരുവട്ടണ്ടായ ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ പാലത്തിൻ്റെ ചോട്ടിൽ ദിവസങ്ങളോളം 2 വീലർ യാത്രക്കാരും മറിഞ്ഞു വീണ ഞങ്ങൾ ഓടി വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി. ദിവസങ്ങളോളം ഒരൊറ്റ ദിവസം ഒയ്യാണ്ട് ഇവിടെ ആക്സിഡൻറ്റും അത് കൂടാണ്ട് പിന്നെ വെള്ളം നിറഞ്ഞിട്ട് കുണ്ട് കാണുമല്ല. അത് 2 വീലർ, ഓട്ടോറിക്ഷ, നിരവധി വാഹനങ്ങൾ ദിവസങ്ങളോളം ഇവിടെ ചെരിഞ്ഞ് വീഴലാതെ ഞങ്ങൾ ഓടി എണീപ്പിച്ച് എഴുന്നേറ്റ് അവരെ ദൂര സ്ഥലത്തേക്ക് പോകേണ്ട വാഹനങ്ങളെല്ലാം സൈഡാക്കി പറഞ്ഞു വെക്കലാതെ. ഇതിന് ശാശ്വത പരിഹാരമായിട്ട് എന്തെങ്കിലും കാണണം. ദിവസം ജില്ലീൻ്റെ പൊടിയിട്ട് അത് നികത്തും. ഒരു മഴ പെയ്യും അതപ്പടും പിന്നെ ഒഴിച്ചു പോകും. പിന്നെ നിത്യസംഭവമായി മാറുകയായിരിക്കും. കുണ്ടി അതുപോലെ തന്നെ അതിന് ശാശ്വത പരിഹാരം കണ്ടേ മതിയാവും. Bobby Chamanur International Jewelers.